നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, 2 ഉരുളക്കിഴങ്ങ്, 3 സവോള, ഒരു ക്യാരറ്റ്, ചെറിയ 3 വഴുതനങ്ങ ഇത്രയും നന്നാക്കി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുക്കറിൽ 250 മില്ലി കപ്പിന് അരക്കപ്പ് പരിപ്പ് കഴുകിയെടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളും 3 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കഷ്ണത്തിനൊപ്പം വെള്ളവും ഒഴിച്ച് 3 വിസിലിന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 250 മില്ലി കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയതും 8 ചെറിയുള്ളിയും ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കുരുമുളക്, അത്യാവശ്യം വലിയൊരു കഷ്ണം കായം, കുറച്ച് കറിവേപ്പില എന്നിവയും ചേർത്ത് നന്നായി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മൂപ്പായി വരുമ്പോൾ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ സാമ്പാർ പൊടി എന്നിവയും ചേർത്ത് ഒന്ന് വഴറ്റി ചൂടാറിയതിന് ശേഷം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ, കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കഷ്ണം വെന്തതിലേക്ക് 3 തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് നടുകെ കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മുരിങ്ങക്കായ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴറ്റി വെച്ച വെണ്ടയ്ക്കയും ചേർത്ത് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അരച്ച് വെച്ച അരപ്പും ഒഴിച്ചു കൊടുത്ത് വെള്ളം പാകത്തിനാക്കി ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നടച്ച് ഒരു വിസിലിന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ അപ്പം തന്നെ വിസിൽ വന്നപ്പം തന്നെ ഇത് തുറന്നു എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലായ അത് വേവ് കൂടിപ്പോവും. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, കറിവേപ്പില, ഉണക്കമുളക് എന്നിവ പൊട്ടിച്ചിട്ട് നമ്മൾ സാമ്പാറിലേക്ക് വറവിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് കേട്ടോ ഇത്.